ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഇടുക്കിയിലെ കുറച്ച് സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത്. കോട്ടയത്ത് നിന്നും മുണ്ടക്കയം വഴി വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഒക്കെ കണ്ട് ഞങ്ങൾ പയ്യെ മുന്നോട്ട് നീങ്ങി പാഞ്ചാലിമേട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ പയ്യെ പതുക്കെയല്ല, കുറച്ച് സ്പീഡിൽ പാഞ്ചാലിമേട്ടിലെത്തി. പാഞ്ചാലിമേട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളങ്ങനെ പയ്യെ പാഞ്ചാലിമേട്ടിലോട്ട് കയറുക. 25 രൂപയാണ് കേട്ടോ അവിടുത്തെ ഫീസ്. അങ്ങനെ അവിടെ നിന്ന് നേരെ തന്നെ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് ഒരു വെള്ളം വരുന്നത് കാണാം. നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും ഫോട്ടോ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങൾ പയ്യെ മുമ്പോട്ട് നടന്നു. അവിടെ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ കല്ല് പാകി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ കുപ്പി, പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും നമ്മളെ കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല. എല്ലാവരും കൊണ്ട് നമ്മൾ തനി സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് അതൊന്നും അലൗഡ് അല്ല അവിടെ. അങ്ങനെ നമ്മൾ കയറി വരുമ്പോഴത്തേ സൈഡിലെല്ലാം കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് വിശ്രമിക്കാം, കാറ്റ് കൊള്ളാം. കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകേണ്ടവർക്ക് അങ്ങനെ വിശ്രമിക്കാനായിട്ട് സൈഡുകളിലെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാനും ആ ബെഞ്ചിലൊന്ന് ഇരുന്നേക്കാം എന്ന് കരുതി ഞാനും ആ ബെഞ്ചിലൊന്നിരുന്നു. നല്ല കാറ്റെന്ന് വെച്ചാലേ ഭയങ്കര കാറ്റാണ്. നല്ല നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ, നമുക്ക് പയ്യെ കയറണ്ടേ. അവിടെ നിന്ന് നമുക്ക് വേറെയും സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ പയ്യെ മലയൊക്കെ കയറി തുടങ്ങി. മല കയറി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നിരപ്പായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് അതുവഴി നമ്മൾ ആ പുല്ലൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി കണ്ണിൽ കൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പയ്യെ നമ്മൾ അങ്ങനെ നടന്ന് അങ്ങനെ ആ ഒരു കുന്നിൻ്റെ ചെരുവിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ആ കുന്നിൻ്റെ ചെരുവ് ഇറങ്ങി വരുമ്പോൾ എന്ത് രസമാണ് കാണാനറിയോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. നിങ്ങൾ നോക്ക്, എന്നിട്ട് നിങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്ന്. ആ ചെരുവിലോട്ട് എത്തുമ്പോഴേക്കും കാറ്റിൻ്റെ ശക്തി അങ്ങ് കൂടും. ഇടയ്ക്ക് നിങ്ങൾ സൗണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ആ കാറ്റടിക്കുമ്പം നമുക്ക് ആ സൗണ്ട് ശരിക്കും അറിയാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ ആ ചെരുവിറങ്ങി നമ്മൾ ഇറങ്ങി വരുന്ന ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ ഒരു രക്ഷയില്ല. അതുപോലത്തെ രസമാണ്. അവിടെ നിന്ന് ആകാശത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും. അത്ര രസമാണ് അവിടെ കാണാനായിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്ന വഴിക്ക് അവിടെ ഒരു ബെഞ്ചുണ്ട്. അവിടെ ഇരുന്ന് 1-2 ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് താഴോട്ട് ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. സ്ഥലം ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്താണേലും ഞങ്ങൾ അവിടെ നിന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. അവിടെ ഇരുന്നൊന്ന് കാറ്റടിച്ചിട്ട് ഉറക്കം വരുമായിരുന്നു. അതുപോലത്തെ കാറ്റ് കേട്ടോ, സൗണ്ട് കേട്ടോ. ഭയങ്കര കാറ്റാണ്. നമ്മൾ പറന്നു പോകുന്ന പോലെ തോന്നും, അത്ര കാറ്റായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ വശത്തായിട്ട് കുറച്ച് മണ്ഡപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ പ്രായമായവർക്കൊക്കെ കയറാൻ, മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക്, ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടാണ്. അവിടുന്ന് അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് കുറച്ച് നിരപ്പായ സ്ഥലങ്ങളുണ്ട്. വേണമെങ്കിൽ അപ്പോൾ അവർക്ക് മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിലെ കുറേ ദൂരം നടന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിലെ നടന്നാലും നമുക്ക് നല്ല രസമായിട്ട് നമുക്ക്. ഞങ്ങൾ അവിടുന്ന് പിന്നെ അടുത്ത പൈൻ ഫോറസ്റ്റ് കാണാനായിട്ട്, കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ് കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. പൈൻ ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴികളൊക്കെ നല്ല മനോഹരമാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് എത്തി. അവിടെ ആണെങ്കിൽ നല്ല കുത്തനെ കയറ്റം കേട്ടോ. നേരെ ഒന്നും നമ്മൾ മറ്റിടത്ത് കയറിയ പോലെ ഒന്നും കയറാൻ പറ്റില്ല. കുത്തനെ കയറ്റവും തന്നെയല്ല, ഈ പൈൻ മരത്തിൻ്റെ ഇലയെല്ലാം കൂടെ ഈ ഉണങ്ങി വീണിട്ടില്ലേ, തെന്നി നമുക്ക് ഒരു അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ നിന്നും പരുന്തുംപാറയ്ക്ക് വന്നു. പരുന്തുംപാറയിൽ കയറി അത് കണ്ടോ, ആ ദൂരെ ഒരു തല കണ്ടോ, ഒരു കല്ലിൻ്റെ, അതാണ് പരുന്തിൻ്റെ തല പോലെയല്ലേ ഇതിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പരുന്തുംപാറ എന്ന സ്ഥലത്തിന് പേര് വന്നത്. ഞാൻ ഈ തലയെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് എന്നാന്നല്ലേ, ആൾക്കാർ ആ കുത്തനെ ഇറക്കത്തിലോട്ട് ഇറങ്ങിയിട്ട് വേണം ആ പാറയിലോട്ട് കയറി ചെല്ലാനായിട്ട്. ആ പരുന്തിൻ്റെ തലയിൽ നമുക്ക് എത്താനായിട്ട് എങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എത്തിയ സ്ഥിതിക്ക് അവിടെ കയറിയിട്ടേ ഇറങ്ങുന്നുള്ളൂ. ഞങ്ങളങ്ങനെ
ആ കുത്തനെ ഇറക്കം പയ്യെ പയ്യെ ഇറങ്ങി ഇതേ എത്തി. നമ്മൾ ആ പരുന്തിൻ്റെ തലവരെ എത്തി. പക്ഷെ തലയിലോട്ട് കയറിയില്ല, ആ തലവരെ എത്തിയതേ ഉള്ളൂ. അതിൻ്റെ മേളിൽ കുറേ പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് അത്ര ധൈര്യം കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ കയറിയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ